യേശുവേ കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. ആരാധന മാത്രമേ പാടാറുള്ളൂ. നന്ദി ഹല്ലേലൂയ. പരിശുദ്ധ പരമദിവ്യ കാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യ കാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കും. യേശുവേ ഹല്ലേലൂയ. ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ. ഹല്ലേലൂയ. യേശുവേ കരങ്ങൾ വീശിക്കൊണ്ട് പരിശുദ്ധ പരമദിവ്യ കാരുണ്യത്തിന് എന്നേരും ആരാധനയും സ്തുതിയും പുകഴ്ചയായിരിക്കട്ടെ. സ്നേഹമേ സ്നേഹമേ ആരാധന. ചേർന്ന് പാടാം. ആരാധന ആരാധന യേശുവേ ആരാധന. എല്ലാവരും ചേർന്ന് ആരാധന ആരാധന സ്നേഹമേ ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. അതിശക്തമായി സ്തുതിക്കട്ടെ. കർത്താവായ ദൈവമേ, ഉടമ്പടിയിൽ ഞങ്ങൾ സമർപ്പിച്ച നിയോഗങ്ങൾ, പരിശുദ്ധ മൊഴീസോട് ഉടമ്പടി ചെയ്ത നിയോഗങ്ങൾ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങളുടെ ഉടമ്പടി സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. നമ്മുടെ പ്രാർത്ഥനകളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. നിബന്ധനകളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. നിയോഗങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ കൃപയും ശക്തിയും അഭിഷേകവും ഈ ഏകദിന ഉപവാസ ഉടമ്പടി ധ്യാനത്തിൽ, ഈ പരിശുദ്ധ കുർബാനയുടെ ദിവ്യമായ ആരാധന നിമിഷങ്ങളിൽ കൃപയ്ക്ക് മേൽ കൃപയായി ചൊരിയണമേ. ഹല്ലേലൂയ. ഏറ്റു പ്രാർത്ഥിക്കുക. പരിശുദ്ധമ്മേ, പരിശുദ്ധമേ, കൃപാസനം പ്രസാദപര മാതാവേ, അങ്ങേ സന്നിധി ഞാൻ ചെയ്ത ഉടമ്പടി പാലിക്കാൻ എനിക്ക് ശക്തി തരണം. കൃപാസനത്തിലെ മരിയം കൃപാഭിഷേക ധ്യാനത്തില് രണ്ടാം ശനിയാഴ്ചകളിലെ ഉടമ്പടി ധ്യാനത്തിലും പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്നവരുടെ പ്രാർത്ഥനയോട് ചേർത്ത് എൻ്റെ ആവശ്യം സാധിച്ചു തരണമേ. ശ്രുതികട ഹല്ലേലൂയ. കർത്താവായ ദൈവമേ, ഞങ്ങളുടെ ധ്യാനങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങൾ നിയോഗങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അഭിഷേകം ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ. സ്തോത്രം കർത്താവേ. കരങ്ങൾ വീശിക്കൊണ്ട് സ്നേഹം നിറഞ്ഞവൾ നീ, കനിവാർന്നു പ്രാർത്ഥിക്കതായി. സ്നേഹം നിറഞ്ഞവൾ നീ.
പരിശുദ്ധമ്മേ, പരിശുദ്ധമേ, കൃപാസനം, കൃപാസനം, പ്രസാദപര മാതാവേ, പ്രസാദപര മാതാവേ, അങ്ങേ സന്നിധി അങ്ങേ സന്നിധിയിൽ ഞങ്ങൾ ചെയ്ത ഉടമ്പടി പാലിക്കാൻ ഉടമ്പടി പാലിക്കാൻ എൻ്റെ കുടുംബത്തിന് എൻ്റെ കുടുംബത്തിന് ശക്തി തരണമേ. ശക്തി തരണം. കൃപാസനത്തിൽ കൃപാസനത്തിലെ തിങ്കളാഴ്ചകളിലെ മരിയൻ ഉടമ്പടി ധ്യാനത്തിൽ ഉടമ്പടി ധ്യാനം പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്നവരുടെ പ്രാർത്ഥനയോട് ചേർത്ത് എൻ്റെ ആവശ്യം സാധിച്ചു തരണം. ശ്രുതിയുടെ ഹല്ലേലൂയ. കർത്താവേ, തിങ്കളാഴ്ചകളിൽ ഉടമ്പടി ധ്യാനത്തിൽ പങ്കെടുക്കുന്നവര്, മരിയൻ കൃപാഭിഷേക ധ്യാനത്തിൽ പങ്കെടുത്തു പോയിട്ടുള്ളവര്, കർത്താവെ എല്ലാവരെയും സമർപ്പിക്കുന്നു. അവർ പരിശുദ്ധമോൾ ഈശോയുടെ ഉടമ്പടി ചെയ്ത നിയോഗങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, കൃപയ്ക്ക് മേൽ കൃപ അഭിഷേകമായി തീരണമേ. തത്സമയ കൃപകൾ, സൗഖ്യങ്ങൾ വർഷിക്കണമേ. ഹല്ലേലൂയ. കരങ്ങൾ നീട്ടി എല്ലാവരും കരങ്ങൾ വീശി കനിവാർന്നു പ്രാർത്ഥിക്കട്ടെ. സ്നേഹം നിറഞ്ഞവൾ നീ, കനിവാർന്നു പ്രാർത്ഥിക്കട്ടെ. സ്നേഹം നിറഞ്ഞവൾ നീ. യേശുവേ ആരാധന. അമ്മേ പരിശുദ്ധമേ, പരിശുദ്ധ കൃപാസനം, പ്രസാദപര മാതാവേ, അങ്ങേ സന്നിധി എൻ്റെ പ്രിയപ്പെട്ടവർക്കായി ഞാൻ ചെയ്ത ഉടമ്പടി പാലിക്കാൻ എനിക്ക് ശക്തി തരണം. കൃപാസനത്തിൽ ചൊവ്വാഴ്ചകളിലെ മരിയൻ ഉടമ്പടി ധ്യാനത്തിൽ ഉപവാസമെടുത്ത് പ്രാർത്ഥിക്കുന്ന സർവരുടെയും പ്രാർത്ഥനയോട് ചേർത്ത് എൻ്റെ ആവശ്യം സാധിച്ചു തരണം. ശ്രുതിയുടെ ഹല്ലേലൂയ. ഹല്ലേലൂയ. കർത്താവേ, ചൊവ്വാഴ്ചകളിൽ വന്ന് ഉടമ്പടി ചെയ്തു പോയ ആരാധനയിൽ പങ്കെടുക്കുന്ന മക്കള്, ദൈവമേ, അവരുടെ ജീവിത നിയോഗങ്ങൾ, ജീവിത ദുരിതങ്ങൾ, കടഭാരങ്ങൾ, സാമ്പത്തിക പ്രതിസന്ധികൾ, മക്കളുടെ ജീവിതാവസ്ഥകളെ എല്ലാം സമർപ്പിക്കുകയാണ്. ശ്രുതിയുടെ ഹല്ലേലൂയ. കർത്താവേ, സ്പർശിക്കണമേ. കർത്താവേ, തീരാവ്യാധികളിൽ കഴിയുന്നവര്, കർത്താവേ, ഭവനത്തിന്റെ പണി ആരംഭിച്ച് പൂർത്തീകരിക്കാൻ കഴിയാത്തവര് നിർവചിക്കണമേ. കൈകളടിച്ചുകൊണ്ട് പാടാം. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. അമ്മ മാതാവ് ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ അൾത്താരയിൽ കുടുംബത്തോടെ വന്ന് സാക്ഷ്യം പറയുവാൻ അനുഗ്രഹം ലഭിച്ചതിനെ ഓർത്ത് ദൈവപിതാവിനും ഈശോ തമ്പുരാനും അമ്മ മാതാവിനും 1000 നന്ദി പറയുന്നു. എൻ്റെ പേര് അഞ്ജു, ഇതെൻ്റെ ഹസ്ബൻഡ് അബി, എൻ്റെ മക്കൾ എവലിൻ ആൻഡ് എലൈന. ഞങ്ങൾ കുവൈറ്റിൽ നിന്നാണ് വരുന്നത്. ഞാൻ കുവൈറ്റിൽ മിനിസ്ട്രിയിൽ നേഴ്സായിട്ടും ഹസ്ബൻഡ് ലാബ് ടെക്നീഷ്യനായിട്ടും മിനിസ്ട്രിയിൽ വർക്ക് ചെയ്യുന്നു. ഞങ്ങൾ ആദ്യമായിട്ട് കൃപാസനത്തെ പറ്റി അറിയുന്നത് ഹസ്ബൻഡിൻ്റെ മമ്മി വഴിയായിരുന്നു. അതിനുശേഷം ഞങ്ങൾ ഉടമ്പടി ധ്യാനങ്ങളും സാക്ഷ്യങ്ങളും ധാരാളമായി കൂടുമായിരുന്നു. ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത് 2023 ഒക്ടോബർ 25 ആയിരുന്നു. അന്ന് ഞങ്ങൾ ഉടമ്പടി എടുക്കാൻ കാരണം, അന്ന് ഹസ്ബൻഡ് കുവൈറ്റിലെ കമ്പനിയിലായിരുന്നു ജോലി ചെയ്തുകൊണ്ടിരുന്നത് ലാബ് ടെക്നീഷ്യനായിട്ട്. അണ്ടർ മോയിച്ച് എന്ന് പറയും, കുവൈറ്റിൽ വർക്ക് ചെയ്യുന്നവർക്കൊക്കെ അറിയാം. അങ്ങനെ അണ്ടർ മോയിച്ചിലായിരുന്നു ജോലി ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഏകദേശം ഒരു 10 വർഷമായി അവിടെ ജോലി ചെയ്യുന്നത്. ആ സമയത്ത് കമ്പനി പറഞ്ഞു, ഇനി നിങ്ങളുടെ കോൺട്രാക്റ്റ് പുതുക്കുന്നില്ല, നിങ്ങൾക്ക് വേറെ ജോലി നോക്കാമെന്ന് പറഞ്ഞു. ആ സമയത്താണ് ഞങ്ങൾ ഇവിടെ വെക്കേഷന് വരുന്നത്, 2023 ഒക്ടോബറിൽ. അപ്പോൾ ആ കോൺട്രാക്റ്റ് 2024 ജനുവരി വരെ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തു. ഞങ്ങൾ പ്രത്യേകമായി നിയോഗം ഹസ്ബൻഡിൻ്റെ ജോലിക്കാര്യം വെച്ച് തിരിച്ച് കുവൈറ്റിലേക്ക് ലീവ് കഴിഞ്ഞു തിരിച്ചു പോയി. ആ സമയത്ത് കമ്പനി 1 വർഷം കൂടെ കോൺട്രാക്റ്റ് പുതുക്കി കൊടുത്തു. 2025 ജനുവരി 31 വരെയായിരുന്നു. അങ്ങനെ ഞങ്ങൾ കുവൈറ്റിൽ ഉടമ്പടി ജീവിതം നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. അങ്ങനെ ഏകദേശം ഒരു 2024
സെപ്റ്റംബറൊക്കെ ആയപ്പോഴത്തേനും കമ്പനി വീണ്ടും പറഞ്ഞു, ഇനി നിങ്ങളുടെ കോൺട്രാക്റ്റ് പുതുക്കുന്നില്ല, നിങ്ങൾക്ക് തിരിച്ച് നാട്ടിലേക്ക് പോകാം അല്ലെങ്കിൽ വേറെ ജോലി നോക്കാമെന്ന്. അപ്പം നാട്ടിലേക്ക് പോകുന്നത് ഞങ്ങൾക്ക് പോസിബിൾ അല്ലായിരുന്നു. ഞങ്ങൾ ഫാമിലിയായിട്ട് അവിടെ കുവൈറ്റിലായിരുന്നു നിന്നുകൊണ്ടിരുന്നത്. അപ്പം ഹസ്ബൻഡ് ഒറ്റയ്ക്ക് നാട്ടിലേക്ക് പോകുന്നത് പോസിബിൾ അല്ലായിരുന്നു. എന്നാലും ഞങ്ങൾ മാതാവിൽ ഉറച്ചു വിശ്വസിച്ച് ഞങ്ങൾ 2024 ഒക്ടോബറിൽ വീണ്ടും വെക്കേഷന് വന്നു ഇവിടെ. ആ സമയത്ത് വെക്കേഷന് വന്ന് ഒരു 10 ദിവസം കഴിഞ്ഞപ്പം അവിടുന്ന് കുവൈറ്റിൽ നിന്ന് ഹസ്ബൻഡിൻ്റെ കൂടെ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ഫ്രണ്ട്സൊക്കെ വിളിച്ചു പറഞ്ഞു, കുവൈറ്റ് മിനിസ്ട്രിയിൽ ഡയറക്റ്റായി ലാബ് ടെക്നീഷ്യന്മാരെ ആപ്ലിക്കേഷൻ സ്വീകരിക്കുന്നുണ്ടെന്ന്. പക്ഷെ ഞങ്ങൾ നാട്ടിലായിരുന്നു, വേറെ ആർക്കും അത് കൊടുക്കാൻ സാധിക്കത്തില്ലായിരുന്നു, ഞങ്ങൾ ഡയറക്റ്റ് പോയി കൊടുക്കണമായിരുന്നു. പക്ഷെ ഞങ്ങൾ ഓൾറെഡി റിട്ടേൺ ടിക്കറ്റൊക്കെ എടുത്തത് കാരണം അത് മാറ്റി ഞങ്ങൾക്ക് പോകാൻ സാധിക്കത്തില്ലായിരുന്നു. ഏതായാലും ഞങ്ങൾ ഇവിടെ വന്നു, കൃപാസനത്തിൽ വന്നു. 2024 ഒക്ടോബർ 19 വന്ന് ഞാൻ ഉടമ്പടി പുതുക്കുകയും ഹസ്ബൻഡ് ഉടമ്പടി എടുക്കുകയും ചെയ്തു. അതിൽ പ്രത്യേകമായി ഹസ്ബൻഡിൻ്റെ ജോലിക്കാര്യം തന്നെ ഞങ്ങൾ നിയോഗമായി വെച്ചു. ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് ചെന്നു. ഏകദേശം 1 മാസത്തോളം ഞങ്ങൾക്ക് വെക്കേഷൻ ഉണ്ടായിരുന്നു. ആ സമയത്ത് അവിടെ നിന്ന് വീണ്ടും ഫ്രണ്ട്സ് പറഞ്ഞു, അവർ ഡയറക്റ്റ് മിനിസ്ട്രിയിൽ സബ്മിറ്റ് ചെയ്ത ബയോഡാറ്റ എല്ലാം റിജക്റ്റായി. ഇപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന കമ്പനി ത്രൂ മാത്രമേ നമുക്ക് ബയോഡാറ്റ സബ്മിറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ എന്ന്. അങ്ങനെ ലീവ് കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് കുവൈറ്റിൽ ചെന്നു, കമ്പനി ത്രൂ ബയോഡാറ്റ സബ്മിറ്റ് ചെയ്തു. അങ്ങനെ 2025 ജനുവരി 31 ഹസ്ബൻഡിൻ്റെ കമ്പനിയിലുള്ള ജോലി തീർന്നു, വീട്ടിലിരിക്കുന്ന സമയമായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഉടമ്പടിയിൽ നന്നായി വിശ്വസിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് മാതാവിനോട് മാധ്യസ്ഥ അപേക്ഷിച്ച് ഈശോയോട് പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. ഏകദേശം ഒരു ഫെബ്രുവരി 15 ആയപ്പോഴത്തേനും ഞങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വന്നു. അതായത് മിനിസ്ട്രിയിൽ ആപ്ലിക്കേഷൻ അക്സെപ്റ്റ് ചെയ്തു, ഇനി ബാക്കി ഫോർമാലിറ്റി നിങ്ങൾക്ക് തുടരാമെന്നുള്ള രീതിയിൽ. ആ വന്നതിൽ ഫസ്റ്റ് ലിസ്റ്റിൽ തന്നെ ഹസ്ബൻഡിൻ്റെ പേരും ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു അനുഗ്രഹം നൽകി മാതാവ് ഞങ്ങളെ അനുഗ്രഹിച്ചു. അങ്ങനെ ബാക്കി ഫോർമാലിറ്റീസ് ആദ്യമായിട്ട് അവിടെ ചെയ്യേണ്ടത് മെഡിക്കലാണ്. മെഡിക്കൽ ഫസ്റ്റ് ലിസ്റ്റിൽ തന്നെ വരികയും മെഡിക്കൽ കഴിയുകയും ചെയ്തു. പക്ഷേ അതിൻ്റെ റിസൾട്ട് വരാനായിട്ട് താമസം ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഉടമ്പടി ധ്യാനത്തിൽ പ്രത്യേകം നിയോഗം വെച്ച് പ്രാർത്ഥിച്ചു. അങ്ങനെ വൈകിയാണെങ്കിലും റിസൾട്ട് വന്നു. അങ്ങനെ സെക്കൻഡ് ബാച്ചിലേക്ക് ഹസ്ബൻഡിൻ്റെ പേര് വന്നുപോയി. അത് കഴിഞ്ഞ് മെഡിക്കൽ കഴിഞ്ഞ് പിന്നെ മെഡിക്കൽ ലൈസൻസ് അതെല്ലാം പുറകിലായിപ്പോയി. അപ്പോഴത്തേക്കും ഒരു ബാച്ച് എല്ലാം കംപ്ലീറ്റ് ചെയ്ത് കയറിപ്പോയിരുന്നു. അപ്പോൾ ഇവർ ചെന്ന സമയത്ത് മിനിസ്ട്രിയിൽ നിന്ന് പറഞ്ഞു, ഇനി ആരും മിനിസ്ട്രിയിലേക്ക് വരണ്ട, ഇപ്പോൾ നിങ്ങളുടെ കമ്പനി ത്രൂ കമ്പനി മാനേജറാണ് ഇതെല്ലാം ചെയ്യേണ്ടതെന്ന്. ആദ്യം ഞങ്ങൾക്കത് കേട്ടപ്പോൾ ഭയങ്കര ഒരു വിഷമമായി, ഇനി എന്ത് ചെയ്യുമെന്ന് അറിയത്തില്ല, എങ്ങനെ കാര്യങ്ങൾ മുന്നോട്ട് പോകുമെന്ന്. പക്ഷേ പിന്നീടാണ് ഞങ്ങൾക്കത് മാതാവ് തന്ന ഒരു അനുഗ്രഹമാണെന്ന് ഞങ്ങൾ അറിയുന്നത്. കാരണം ഞങ്ങൾക്ക് പിന്നെ മിനിസ്ട്രിയിലേക്ക് പോകേണ്ട വന്നില്ല, ഞങ്ങൾക്ക് വീട്ടിലിരുന്നാൽ മതിയായിരുന്നു. ഹസ്ബൻഡിന് കമ്പനി മാനേജർ തന്നെ എല്ലാ ഫോർമാലിറ്റീസും ഫിനിഷ് ചെയ്തു. അങ്ങനെ വിത്തിൻ 3 മന്തിനുള്ളിൽ ഏപ്രിൽ 23 മിനിസ്ട്രി സ്റ്റാഫായിട്ട് ജോയിൻ ചെയ്യാൻ സാധിച്ചു. അപ്പോൾ അത് ആദ്യം കമ്പനിയിൽ ചെയ്തുകൊണ്ടിരുന്ന അതേ സെയിം സ്ഥലത്ത് തന്നെ ഇവർക്ക് മിനിസ്ട്രി സ്റ്റാഫായിട്ട് ജോലി ലഭിച്ചു. അത് ഹസ്ബൻഡ് ലാസ്റ്റ് ഇറങ്ങുന്നതിന് മുമ്പ് അവിടെ മാതാവിൻ്റെ ഉപ്പിട്ട് വിശ്വാസപ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചിരുന്നു, മാതാവ് ഈ സ്ഥലത്ത് തന്നെ എനിക്കൊരു മിനിസ്ട്രി സ്റ്റാഫായിട്ട് ജോലി ലഭിക്കണേന്ന്. കാരണം അതൊരു ബ്ലഡ് ബാങ്ക് ആയിരുന്നു, അവിടെ കൂടുതൽ ടെസ്റ്റുകളോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പോൾ ഒരു 10 വർഷമായിട്ട് അവിടെ തന്നെ വർക്ക് ചെയ്യുന്നതുകൊണ്ട് മറ്റുള്ള റൂട്ടീനായിട്ടുള്ള ടെസ്റ്റുകളെ പറ്റിയുള്ള എല്ലാ ടച്ചും വിട്ടിരുന്നു. അപ്പം ഏതെങ്കിലും ഒരു വേറെ ഹോസ്പിറ്റലാണ് കിട്ടിയിരുന്നെങ്കിൽ അത് ഒന്നേന്നോട്ട് എല്ലാം പഠിച്ചെടുക്കണമായിരുന്നു. അപ്പം അതിന് മാതാവ് ഞങ്ങൾക്ക് ഇടവരുത്തിയില്ല. ആ സെയിം സ്ഥലത്ത് തന്നെ ഞങ്ങൾ മാതാവിനോട് മാധ്യസ്ഥ അപേക്ഷിച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ഈശോ വഴിയായി ആ സെയിം സ്ഥലത്ത് തന്നെ ഹസ്ബൻഡിന് ജോലി ലഭിച്ചു. അത് ഈശോ വഴിയായി മാതാവ് ഞങ്ങൾക്ക് നേടിത്തന്ന വലിയൊരു അനുഗ്രഹമായി ഞങ്ങൾ കാണുന്നു. ഞങ്ങൾ ഈശോയ്ക്കും മാതാവിനും 1000 നന്ദി പറയുന്നു. അടുത്തതായിട്ട് ഞങ്ങളുടെ 2ാമത്തെ സാക്ഷ്യം, അവിടെ കുവൈറ്റിൽ വർക്ക് ചെയ്യുന്നവർക്കറിയാം, അവിടെ നമ്മുടെ സർട്ടിഫിക്കറ്റ് എല്ലാം ഇക്വാലൻസ് ചെയ്യണമായിരുന്നു. അപ്പം കമ്പനിയിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ആ സമയത്ത് തന്നെ ഹയർ എന്നാണ് ആ പ്രൊസീജിയറിന് പറയുന്നത്. ആ പ്രൊസീജിയർ സ്റ്റാർട്ട് ചെയ്തിരുന്നു. അത് ലാസ്റ്റ് ഫൈനൽ സ്റ്റേജ് എത്തിയപ്പോഴത്തേനും അത് റിജക്റ്റ് ആയിപ്പോയി. കാരണം റിജക്റ്റ് ആയെന്ന് വെച്ചാൽ ഹസ്ബൻഡ് അത് ഡിസ്റ്റൻസായിട്ട് പഠിച്ചെന്നാണ് പഠിച്ച കോളേജിൽ നിന്ന് മിനിസ്ട്രിക്ക് റിപ്ലൈ കിട്ടിയിരുന്നത്. കാരണം ഹസ്ബൻഡ് പഠിച്ചത് പാലായിലാണ്, പക്ഷേ ഇവരുടെ യൂണിവേഴ്സിറ്റി പഞ്ചാബിലാണ്. അപ്പം മിനിസ്ട്രി എൻക്വയറി നടത്തിയപ്പം യൂണിവേഴ്സിറ്റി ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാണ് അവർക്ക് റിപ്ലൈ കൊടുത്തത്. അത് കാരണം ആ പ്രൊസീജിയർ കംപ്ലീറ്റ് ചെയ്യാൻ സാധിച്ചില്ല. അന്ന് ഞങ്ങളത് ഉപേക്ഷിച്ചിരുന്നു. പക്ഷേ മിനിസ്ട്രിയിൽ വർക്ക് ചെയ്യുമ്പം ഈ
ഈ പ്രൊസീജിയർ കംപ്ലീറ്റ് ചെയ്യണം, എന്നാലേ പിന്നീടുള്ള ജോലിയുടെ കണ്ടിന്യൂറ്റിക്ക് അല്ലെങ്കിൽ അത് ബാധിക്കുമായിരുന്നു. അപ്പോൾ ഞങ്ങളത് പ്രത്യേക നിയോഗം വെച്ച് ലൈറ്റ് ക്യാൻഡിൽ പ്രയർ റിക്വസ്റ്റ് ഇട്ട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി ഈ ഹയർ എന്നുള്ള പ്രൊസീജിയർ മാറി അവിടെ കോഡ്രിപേ എന്ന് പറഞ്ഞ വേറൊരു പ്രൊസീജിയർ അതിന് പകരമായിട്ട് വന്നു. അതുവഴി ഞങ്ങളത് അപ്ലൈ ചെയ്തു. വിത്തിൻ 15 ഡേയ്സിനുള്ളിൽ ആ കോഡ്രിപേ എന്ന് പറഞ്ഞൊരു പ്രൊസീജിയർ കംപ്ലീറ്റ് ആവുകയും അത് യൂണിവേഴ്സിറ്റി ഡയറക്റ്റ് സ്റ്റുഡൻ്റ് എന്നുള്ള രീതിയിൽ റിപ്ലൈ കൊടുക്കുകയും ആ സർട്ടിഫിക്കറ്റ് ഞങ്ങൾക്ക് ലഭിക്കുകയും ചെയ്തു. ഇത് അമ്മ മാതാവ് ഞങ്ങളുടെ ജീവിതത്തിൽ തന്ന അനുഗ്രഹമായിട്ട് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഈശോയ്ക്കും അമ്മ മാതാവിനും 1000 നന്ദി. അത് കൂടാതെ തന്നെ ഹസ്ബൻഡിന് ജോലിയില്ലാത്ത സമയത്ത് എൻ്റെ ഒരാളുടെ സാലറിയിലായിരുന്നു ഞങ്ങളുടെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുവരുന്നത്. എനിക്കവിടെ ലോണും ഉണ്ടായിരുന്നു. അപ്പം വേറൊരു എക്സ്ട്രാ ചിലവ് വന്നിരുന്നെങ്കിൽ ഞങ്ങൾക്കത് താങ്ങാൻ പറ്റുന്നതില്ല. ഞങ്ങൾക്ക് കടം മേടിക്കാനോ അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാക്കാതെ മാതാവ് ഞങ്ങളെ കാത്തുവരും. പിള്ളേർക്കൊരു അസുഖം വരാനോ അങ്ങനെ ഒന്നും ഇടവരുത്തിയില്ല. വേറൊരു എക്സ്ട്രാ ചിലവ് ഞങ്ങൾക്ക് വരാതെ എൻ്റെ സാലറിയിൽ തന്നെ എല്ലാ കാര്യങ്ങളും മുന്നോട്ട് പോകാനായിട്ട് അമ്മ മാതാവ് ഞങ്ങളെ അനുഗ്രഹിച്ചു. ആദ്യം ഞങ്ങളിവിടെ ഉടമ്പടി എടുത്തപ്പോൾ ഞങ്ങൾ നിയോഗം വെച്ചിരുന്നു. ഞങ്ങളുടെ പിള്ളേർക്ക് 2 പേർക്കും എപ്പോഴും അസുഖങ്ങളായിരുന്നു. എല്ലാ മാസവും തന്നെ അവിടെ വെച്ച് പനി വരുമായിരുന്നു. പിന്നീട് അത് ന്യൂമോണിയ ആയിട്ട് മാറും. അങ്ങനെ അടുപ്പിച്ച് 2 പ്രാവശ്യം സിവിയർ ന്യൂമോണിയ വരികയും IV ആൻറ്റിബയോട്ടിക് അത് 2 ആഴ്ചയൊക്കെ IV ആൻറ്റിബയോട്ടിക് എടുക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ആദ്യത്തെ ഉടമ്പടിയിൽ തന്നെ അത് നിയോഗം വെച്ച് പ്രാർത്ഥിച്ചിരുന്നു. അതിൻ്റെ ഫലമായിട്ട് പിന്നീട് അങ്ങനെ സിവിയറായിട്ടുള്ള പനി വരാനൊന്നും ഇടയായിട്ടില്ല. ചെറിയ ചെറിയ പനികളൊക്കെ വരാറുണ്ട്. അതൊരു പാരസെറ്റമോൾ കൊടുക്കുന്നതിലൂടെ അത് മാറിപ്പോവുമായിരുന്നു. അങ്ങനെ ഞങ്ങൾ അമ്മ മാതാവ് അനുഗ്രഹിച്ചു. പിന്നെ ഇത് കൂടാതെ തന്നെ ചെറുതും വലുതുമായിട്ടുള്ള ഒട്ടനവധി അനുഗ്രഹങ്ങൾ അമ്മ മാതാവ് ഞങ്ങളുടെ ജീവിതത്തിൽ ഈശോയോട് മാധ്യസ്ഥ അപേക്ഷിച്ച് ഞങ്ങൾക്കായി നേടിത്തന്നിട്ടുണ്ട്. അതിനെല്ലാം ഈശോയ്ക്കും അമ്മ മാതാവിനും ഞങ്ങൾ നന്ദി പറയുന്നു. ഞങ്ങൾ കുവൈറ്റിൽ അഖണ്ഡ ജപമാലയുണ്ട്. അപ്പം ഞങ്ങളിവിടെ ഉടമ്പടി എടുക്കുന്നതിന് മുന്നേ തന്നെ അഖണ്ഡ ജപമാല കൂടുമായിരുന്നു. ഒരു ദിവസം ഓൺലൈനായിട്ട് അന്ന് ഹസ്ബൻഡിന് ജോലിയില്ലായിരുന്നു. ആ സമയത്ത് അഖണ്ഡ ജപമാല കൂടിക്കൊണ്ടിരുന്ന സമയത്ത് ഞങ്ങളുടെ തിരിയിൽ ഓൺലൈനായിട്ട് ഞങ്ങൾ കൂടിക്കൊണ്ടിരുന്നത് ഞങ്ങളുടെ തിരിയിൽ മാതാവിൻ്റെ രൂപം പ്രത്യക്ഷപ്പെട്ടു. അങ്ങനെ അടയാളങ്ങൾ വഴി അമ്മ മാതാവ് ഞങ്ങൾക്ക് പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. പിന്നെ ഞങ്ങളുടെ ഈ ഉടമ്പടി എടുത്തതിന് ശേഷം ആത്മീയമായിട്ട് കൂടുതൽ ഞങ്ങൾക്ക് വളരാനായിട്ട് സാധിച്ചു. മുടങ്ങാതെ തന്നെ എല്ലാ ദിവസവും കൊന്ത ചെല്ലാനും, ഒരു കൊന്തയല്ല കൂടുതൽ കൊന്തകൾ ചെല്ലാനും, ബൈബിള് വായിക്കുവാനും, കൂടുതലായിട്ട് പ്രാർത്ഥിക്കുവാനും ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ 2 ആഴ്ച കൂടുമ്പോൾ കുമ്പസാരിക്കാൻ പറ്റിയിട്ടില്ലെങ്കിലും അവിടെ ഞങ്ങൾ കുവൈറ്റിലായതുകൊണ്ട് 2 മാസം കൂടുമ്പോഴൊക്കെ ഞങ്ങൾ കുമ്പസാരിച്ചുകൊണ്ടിരുന്നത്. അതിന് കൂടുതലായിട്ട് കുമ്പസാരിക്കാനും ദിവ്യബലികളിൽ പങ്കുകൊള്ളാനും ഞങ്ങൾക്ക് സാധിച്ചു. അതെല്ലാം ഈ ഉടമ്പടി എടുത്തതിന് ശേഷമാണ് ഞങ്ങൾക്ക് സാധിച്ചിട്ടുള്ളത്. പിന്നെ ഉടമ്പടി വസ്തുക്കളുടെ ഉപയോഗം ഞങ്ങൾ ഉടമ്പടി ഉപ്പും മാതാവിൻ്റെ തൈലവും എന്നും തന്നെ ഉപയോഗിക്കും. ഇവർ സ്കൂളിൽ പോകുന്നതിൻ്റെ മുന്നേ വിശ്വാസ പ്രമാണവും പ്രത്യക്ഷീകരണ പ്രാർത്ഥനയും സങ്കീർത്തനവും 91 ചൊല്ലി മാതാവിൻ്റെ തൈലം പ്രാർത്ഥിച്ച് ഉപ്പും കൊടുത്തിട്ടാണ് ഇവരെല്ലാ ദിവസവും സ്കൂളിൽ പോയിക്കൊണ്ടിരുന്നത്. ഞങ്ങളും ഡ്യൂട്ടിക്ക് പോകുന്നതിൻ്റെ മുമ്പ് ഇങ്ങനെ ചെയ്തിട്ടാണ് പോയിക്കൊണ്ടിരുന്നത്. അതുപോലെ തന്നെ ഉറങ്ങുന്നതിന് മുമ്പും അമ്മയുടെ സംരക്ഷണം, അമ്മയുടെ തൈലം പൂശി പ്രാർത്ഥിച്ചിട്ടാണ് ഞങ്ങൾ കിടക്കുന്നത്. കാരുണ്യപ്രവൃത്തികളായിട്ട് ഞങ്ങൾ അവിടെ ആയതുകൊണ്ട് ഞങ്ങൾ കൂടുതലായിട്ടും സാമ്പത്തികമായിട്ട് ഞങ്ങളുടെ അവിടെ ഒരു അനാഥാലയമുണ്ട് ഞങ്ങളുടെ വയനാട്ടിൽ. അവിടേക്ക് ഒരു ദിവസത്തേക്കുള്ള ഭക്ഷണത്തിനുള്ള പൈസയായിട്ടും പിന്നെ രോഗികളായവർക്ക് ആർക്കെങ്കിലും ആവശ്യമുണ്ട് അങ്ങനെ കാണുന്നത് ജനുവിനാന്ന് തോന്നുമ്പോൾ ഞങ്ങൾ അവർക്ക് പൈസയായിട്ട് സഹായിക്കുകയാണ് ചെയ്യുന്നത്. പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞങ്ങളിവിടുത്തെ ഡെയിലി ബ്രെഡ് എല്ലാ ദിവസവും സ്റ്റാറ്റസ് ഇടുകയും ഷെയർ ചെയ്യുകയും അതുപോലെ അച്ഛൻ്റെ ഉടമ്പടി ധ്യാനം ചൊവ്വാഴ്ചകളിലെ ഉടമ്പടി ധ്യാനം സ്റ്റാറ്റസ് ഇടുകയും ഷെയർ ചെയ്യുകയും ചെയ്യുന്നു. അങ്ങനെ ഞങ്ങൾക്ക് അമ്മ മാതാവ് ഈശോയിൽ നിന്ന് നേടിത്തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ഈശോയ്ക്കും അമ്മ മാതാവിനും 1000 നന്ദി പറയുന്നു. പേര് അജിത. ഞാൻ തിരുവനന്തപുരം ജില്ലയിലെ ഇടവേളിൽ നിന്നും വരുന്നു. ഞാനിവിടെ ആദ്യം പരിശുദ്ധ അൾത്താരയിൽ കയറി നിന്ന് സാക്ഷ്യം പറയാനായിട്ട് എനിക്ക് ഇടയാക്കി തന്ന പരിശുദ്ധ അമ്മയ്ക്ക് ഈശോയ്ക്കും നന്ദി പറയുന്നു. ഞാൻ ആദ്യമായി ഉടമ്പടി എടുത്തത് 2023 ഡിസംബർ 19 ഞാൻ എൻ്റെ ഒരു ബന്ധു മുഖാന്തരമാണ് ഈ കൃപാസനത്തെക്കുറിച്ച് അറിഞ്ഞതും അതിനുശേഷം ഞാനിവിടെ വരികയും ചെയ്തു. അപ്പോൾ ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്ത് ഉടമ്പടിയിൽ 6 നിയോഗങ്ങൾ വെക്കുകയും ചെയ്തു. പക്ഷേ ഞാൻ ആ നിയോഗങ്ങളെല്ലാം ഇപ്പം മറന്നുപോയി എന്തൊക്കെയാണ് വെച്ചതെന്നുള്ളത്. പക്ഷേ
അതിനുശേഷം എനിക്ക് ഒരു 30 വർഷത്തോളമായി ഉണ്ടായിരുന്ന അലർജി രോഗം, ശ്വാസം മുട്ടലും ഈ ഉടമ്പടി എടുത്തതിന് ശേഷം ഇവിടുത്തെ വിശുദ്ധ തൈലവും ഉപ്പും കഴിച്ചതിൻ്റെ ഫലമായിട്ട് എനിക്ക് അത് മാറി. അതുപോലെ അങ്ങനെ അതെനിക്കൊരു സാക്ഷ്യമായിട്ട് പരിശുദ്ധ അമ്മയുടെ കൃപയിൽ എനിക്ക് നടന്ന്. പിന്നെ അത് അടുത്തതായി എനിക്ക് എൻ്റെ വീടിന് വേണ്ടിയുള്ള ഒരു കാര്യമാണ്. എൻ്റെ വീട് ഞാൻ 20ഓളം വർഷമായി ഞാനൊരു വീട് മേടിച്ച് താമസിക്കുകയായിരുന്നു. അപ്പോഴന്ന് എല്ലാവരും ചെയ്യുന്നത് പോലെ ഞങ്ങൾക്ക് അറിയത്തില്ലായിരുന്നു. അതിൻ്റെ ടാക്സ് കുറച്ചാണ് വെച്ചിരുന്നത്. പക്ഷേ അത് ഇപ്പോൾ ഈ 20 വർഷത്തിന് ശേഷം എൻ്റെ ടാക്സ് ഒരു 45,000 രൂപ അടയ്ക്കണമെന്ന് പറഞ്ഞുകൊണ്ട് തിരുവനന്തപുരത്ത് രജിസ്റ്റർ ഓഫീസിൽ നിന്ന് എഴുതി വന്നായിരുന്നു. പക്ഷേ ഞങ്ങൾക്കത് അടയ്ക്കാൻ നിവർത്തിയില്ല. ഞാനും എൻ്റെ ഹസ്ബൻഡ് മാത്രമേ വീട്ടിലുള്ളായിരുന്നു. ഞങ്ങളുടെ മക്കൾ ഒരാൾ ദൂരെ താമസിക്കുന്നു, വേറൊരാളും ഉണ്ടെങ്കിൽ തന്നെയും ചെറിയ ജോലിയാണ്. അപ്പോൾ ഞാൻ അതിൻ്റെ പിറ്റേന്ന് തന്നെ ആ പേപ്പറിനായിട്ട് ഇവിടെ വന്ന് ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛനെ കാണുകയും അത് എന്താണെന്ന് പരിഹാരം കാണുക എന്ന് ചെയ്യുന്നത് ചോദിച്ചപ്പോഴത്തേക്ക് ഫാദർ പറഞ്ഞത് നിങ്ങളുടെ കുഴപ്പം കൊണ്ടല്ലേ, അല്ലാതെ ഞങ്ങളുടെ വേറെ കുഴപ്പം കൊണ്ടല്ല, അത് ടാക്സ് അന്ന് ശരിക്കും വയ്ക്കാത്തതുകൊണ്ടല്ലേ അങ്ങനെ വന്നത്, ചെറിയ പൈസയെങ്കിലും അടയ്ക്കേണ്ടി വരുമെന്ന് പറഞ്ഞ്. അപ്പം ഞാനിവിടെ നിന്ന് പ്രാർത്ഥിച്ചു, മാതാവേ ചെറിയ പൈസയൊന്നും അടയ്ക്കേണ്ടി വരരുത്, അങ്ങനെ ഒരു പൈസ അടയ്ക്കേണ്ടി വരുന്നെങ്കിൽ ആ പൈസയ്ക്ക് വേണ്ടി ഞാൻ കുറച്ച് ആളുകളെ ഒരു വണ്ടി പിടിച്ചിവിടെ കൊണ്ടുവരും. അപ്പോൾ അമ്മ അറിയാത്തവരെ അറിയിക്കാനും അറിഞ്ഞവരെ ആഴപ്പെടുത്താനുമായിട്ടാണ് ഞാൻ കൊണ്ടുവരുന്നത്. അപ്പോൾ അത് അമ്മ തന്നെ അതിൻ്റെ കാര്യങ്ങൾ നോക്കിക്കോണമെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ പോകുന്നത്. പക്ഷേ അതിന് ശേഷം ഞങ്ങളുടെ ഒരു വാർഡ് മെമ്പറെ കണ്ട് ഞാൻ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ ആ മെമ്പർ പറഞ്ഞ് പേടിക്കേണ്ട, ഞാനത് ഞാൻ മുഖ്യമന്ത്രിയുടെ PAക്ക് കൊടുത്തോളാം എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അതിൻ്റെ പേരിൽ ആ മെമ്പറെ ഞങ്ങളുടെ ഡീറ്റെയിൽസ് എല്ലാം വെച്ച് കൊടുക്കുകയും എൻ്റെ ഹസ്ബൻഡിന് ഇപ്പോൾ സുഖമില്ലാതൊക്കെ ഇരിക്കുന്നതുകൊണ്ട് ഞങ്ങൾക്ക് പൈസ അടയ്ക്കാൻ നിവർത്തിയില്ല, അപ്പോൾ അതുകൊണ്ട് കൊടുക്കാമെന്ന് പറഞ്ഞിരുന്നു. എന്തോ അമ്മയുടെ കൃപയാൽ ഇതുവരെ ഇപ്പോൾ 1 വർഷത്തോളമായി ഇപ്പോൾ അതിനുശേഷം ഒരു പൈസ അടയ്ക്കേണ്ടി വന്നില്ല. ഞാൻ അങ്ങനെ ആളുകളെ കൊണ്ടുവരികയും ചെയ്തു. അങ്ങനെ അതെൻ്റെ രണ്ടാമത്തെ സാക്ഷ്യം. പിന്നെ അതുപോലെ തന്നെ എൻ്റെ വീട്ടിൽ ഒരു വലിയൊരു അപകടത്തിൽ നിന്ന് എൻ്റെ അമ്മ മാതാവ് എന്നെ രക്ഷപ്പെടുത്തി. ഞാൻ എൻ്റെ മൂത്ത മോൻ്റെ വീട്ടിലായിരുന്നു, അത് എറണാകുളത്തായിരുന്നു വീട്. അപ്പം ഞാൻ അവിടെ എന്തോ കാര്യത്തിന് പോയിട്ട് 2 ആഴ്ചയോളം അവിടെ എനിക്ക് താമസിക്കേണ്ടി വന്നു. അപ്പോൾ ഹസ്ബൻഡ് വെള്ളം തിളപ്പിക്കാനായിട്ട് ഗ്യാസിൽ വെള്ളം എടുത്ത് വെച്ചിട്ട് ഉച്ചയ്ക്ക് 3 മണിക്ക് ശേഷമാണ് അത് വെച്ചിട്ട് പോയത്. അപ്പോൾ പിന്നെ അദ്ദേഹം മറന്നുപോയി. പിന്നെ അത് സന്ധ്യയോടുകൂടി പുറത്ത് പോയിട്ട് രാത്രി 8 മണിക്കൊക്കെയാണ് തിരിച്ച് വന്നത്. വീട്ടിലാരുമില്ലായിരുന്നു. അപ്പം ഞാനാണെങ്കിൽ മോൻ്റെ വീട്ടിൽ പോയി കഴിഞ്ഞ് അവിടെ നിന്ന് ബൈബിൾ വായിക്കുകയും അവിടുത്തെ ജോലികളൊക്കെ തീരുമ്പോഴത്തേക്ക് അച്ഛൻ്റെ ടോക്കുകളൊക്കെ ചെയ്ത് പ്രാർത്ഥനയിലായിട്ട് ഇങ്ങനെ ഇരിക്കുന്നത്. എവിടെ പോയാലും ഞാൻ അങ്ങനെയാണ്. ഇളയ മോൻ വീട്ടിൽ വന്നപ്പോഴത്തേക്കാണ് പെരയ്ക്കകത്ത് മൊത്തം പുക കയറി എന്തോന്ന് അറിയാൻ വയ്യാതെ അടുക്കളയിലോട്ട് ചെന്ന് നോക്കിയപ്പോഴത്തേക്ക് ഈ കലത്തിലിരുന്ന കംപ്ലീറ്റ് വെള്ളവും വറ്റി ആ കല ഒരു തീഗോളമായി ഇരിക്കുന്നു, അടുപ്പും എല്ലാം ചൂടായി കരിഞ്ഞ് ഇരിക്കുന്നു. അപ്പം അത് ഒരു കുഴപ്പമില്ലാതെ എൻ്റെ അമ്മ മാതാവ് ഞങ്ങളെ ആ അപകടത്തിൽ നിന്നും രക്ഷപ്പെടുത്തി. അതെൻ്റെ ഒരു 3ാമത്തെ സാക്ഷിയാണ്. അതുപോലെ തന്നെ ഇപ്പം ഈ അടുത്ത സമയത്ത് ഒരു വലിയൊരു അപകടത്തിൽ നിന്ന് വീണ്ടും ഞങ്ങളെ രക്ഷപ്പെടുത്തിയ എൻ്റെ ഈശോയും മാതാവുമാണ്. ഞാൻ എൻ്റെ വീട്ടിൽ ഡിസംബർ 31-ാം തീയതി രാത്രിയിൽ ഒരു 7:30 മണിയായപ്പോഴത്തേക്ക് ഒരു വലിയൊരു പാമ്പ് വന്ന്, അത് പാമ്പെന്ന് പറഞ്ഞാൽ ഒരു ഭയങ്കര വിഷമുള്ള ഒരു അണലിയായിരുന്നു അത് വന്നത്. പക്ഷെ ഞങ്ങൾ വന്നെന്ന് ഒരാളെ എൻ്റെ അടുത്ത് വിളിച്ച് റോഡിൽ കൂടി ഇങ്ങനെ ഇഴഞ്ഞ് വീട്ടിലോട്ട് കയറിയെന്ന് പറഞ്ഞ് അതെങ്ങോട്ട് പോയെന്നറിയാമേ ഞാൻ ടോർച്ചടിച്ച് അവിടെ എല്ലാം നോക്കിയിട്ടും അതിനെ കാണുന്നില്ലായിരുന്നു. പിന്നെ ഞാൻ അടുക്കള വശത്തൂടെ വന്ന് നോക്കിയപ്പോഴത്തേക്ക് അവിടെ എന്തോ ഒരു സൗണ്ട് കേൾക്കുന്നു. പക്ഷേ എനിക്ക് അറിയാൻ പറ്റുന്നില്ല എന്താണെന്ന്. ഞാൻ പേടിച്ച് ഞാൻ അകത്ത് കയറി. കുറച്ച് കഴിഞ്ഞ് ഞാൻ ബാത്റൂമിലോട്ട് പോയിട്ട് ഇറങ്ങി വന്നപ്പോഴത്തേക്ക് ഇവിടെ ഫിസിലടിക്കുന്ന കണക്കുള്ള ഭയങ്കര സൗണ്ട് കേൾക്കുന്നു. എന്തോന്ന് അറിയാൻ വയ്യ. അങ്ങനെ ഞാൻ ഇങ്ങനെ നടന്ന് ചെന്നപ്പോഴത്തേക്ക് ഞങ്ങൾ വീട്ടിലിപ്പോൾ ഇച്ചിരി പണി നടക്കുമായിരുന്നു. അപ്പോഴാ ഒരു ജന്നൽ മാറ്റി വയ്ക്കണമായിരുന്നു. അപ്പോൾ ആ ജന്നൽ മാറ്റി വെച്ചുകൊണ്ട് അതിന് കതകില്ലായിരുന്നു. അപ്പോൾ ആ കതകിൻ്റെ പുറത്തൂടെ കതകില്ലാത്തതുകൊണ്ട് ജന്നലിൽ കൂടെ വെട്ടം വെളിയിലടിച്ച് ഞാനിങ്ങനെ ജന്നലിൻ്റെ അടുത്തോട്ട് നോക്കിയപ്പോഴത്തേക്ക് ഭയങ്കര ഒരു അണലി ഇങ്ങനെ ചുറ്റി കിടന്ന്, പൂച്ച ഒരു 3-4 എണ്ണം, അപ്പുറത്തൊക്കെയുള്ള പൂച്ചകളാണ്, അത് 3-4 എണ്ണം ഇങ്ങനെ കിടക്കുന്ന കാരണം ഈ പാമ്പിന് പോകാനും പറ്റുന്നില്ല. അത് ഈ പൂച്ചയെ കണ്ടുകൊണ്ടാണ് സൗണ്ട് ഉണ്ടാക്കിയത്. പിന്നെ എൻ്റെ വീട്ടിൽ മക്കളൊക്കെ ഉള്ളായിരുന്നുകൊണ്ട് ക്രിസ്മസ് അവധി ന്യൂ ഇയറൊക്കെ ആയതുകൊണ്ട് വീട്ടിൽ പിള്ളേരൊക്കെ ഉള്ളതുകൊണ്ട്
അവർ തന്നെ അപ്പോഴത്തന്നെ ഫോറസ്റ്റിൽ ആളിനെ വിളിച്ച് കൊണ്ടുവന്ന ആ അണലിയെ പിടിച്ചുകൊണ്ടത് ഭയങ്കര വിഷമുള്ളതായിരുന്നു. പക്ഷേ അതും എൻ്റെ ഈശോയും മാതാവും എന്നെ അപകടത്തിൽ നിന്ന് രക്ഷപ്പെടുത്തി തന്ന്. ഞാൻ ഉടമ്പടി എടുത്ത അന്ന് മുതൽ തന്നെ ആദ്യമൊക്കെ എനിക്ക് ഇച്ചിരി പത്രം കൊടുക്കാനൊക്കെ മടിയായിരുന്നു. പക്ഷേ പിന്നീട് ഞാനിവിടെ എല്ലാ മാസം തോറും വരികയും പത്രങ്ങൾ വാങ്ങി എല്ലായിടത്തും ആശുപത്രികളിലും ബസ് സ്റ്റാൻഡിൽ പോസ്റ്റ് ഓഫീസിൽ ബാങ്കുകളിൽ ഞാൻ എവിടെയാണോ പോകുന്നത് അവിടെ എല്ലാം ഞാനിതൊക്കെ കൊണ്ടു കൊടുക്കുകയും പിന്നെ ചോറ് പൊതിയും പിന്നെ രോഗികളെ കാണാനായിട്ട് ആശുപത്രിയിൽ പോവുകയും ഒക്കെ ചെയ്യും. പിന്നെ രോഗികളായി അടുത്തൊക്കെയുള്ള രോഗികളെ കാണാനായിട്ട് വീടുകളിൽ പോവുകയും അവർക്ക് പ്രാർത്ഥിച്ചു കൊടുക്കുകയൊക്കെ ചെയ്യും. പിന്നെ എൻ്റെ കയ്യിൽ എനിക്ക് ജോലിയൊന്നുമില്ല. എൻ്റെ മക്കളൊക്കെ തരുന്ന പൈസയിൽ നിന്നാണ് ഞാനും കാരുണ്യ പ്രവർത്തികളായിട്ട് അവർക്ക് രോഗികൾക്ക് വേണ്ടുന്ന ചെറിയ സഹായങ്ങളൊക്കെ ചെയ്യുകയും പിന്നെ അതുപോലെ തന്നെ വൃദ്ധസദനങ്ങളൊക്കെ സന്ദർശിക്കുകയും അവിടെയും ചെറിയ പൈസകൾ എൻ്റെ കയ്യിലുള്ളതുപോലെ തന്നെ 1000-ഓ 2000-ഓ 1500-ഓ ഒക്കെ വെച്ച് ഞാൻ അവിടെ കൊടുക്കുകയും പിന്നെ കൊടുക്കാറുണ്ട്. പിന്നെ പത്രങ്ങൾ തന്നെ ഞാൻ എൻ്റെ ജില്ലയിൽ തിരുവനന്തപുരം ജില്ലയിലും കൊല്ലം ജില്ലയിലും പത്തനംതിട്ട ജില്ലയിലും ഞാൻ എവിടെയൊക്കെ പോകുന്നോ അവിടെ എല്ലാം ഞാൻ പത്രങ്ങൾ കൊണ്ടുവന്ന് കൊടുക്കും. റോഡിൽ നടന്നു കൊടുക്കും. ഇത്രയൊക്കെയാണ് എനിക്കിപ്പോൾ കിട്ടിയ അനുഭവങ്ങൾ. ഇനിയും എനിക്ക് അവിടെ ഒന്ന് സാക്ഷ്യം പറയണമെന്ന് ആഗ്രഹിക്കുന്നു. ഞാൻ എൻ്റെ ആദ്യത്തെ സാക്ഷിയാണ്. അതിലെന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ ക്ഷമിക്കണം. ഈശോയ്ക്കും മാതാവിനും നന്ദി പറയുന്നു.